ഹബീബായ തങ്ങളാണ് ലോകത്തുള്ളതൊക്കെ തരുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇവൻ്റെ മക്കൾക്ക് അത് പിടിച്ചിട്ടില്ല. ഇന്നലെ ഒരു ചങ്ങാതി വന്നിട്ട് പറയാ, നമ്മളെ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് ഹബീബായ തങ്ങളാണ് തരുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊരു കഷ്ടം, ഒക്കെ റസൂലാ തരുന്നതെന്നാണ് ഇത്ര ഓലെ വിശ്വാസം. അപ്പോൾ അള്ളാഹ്ക്ക് എന്താ പണിയും? ഒരു ബിരുദധാരിയായ ഇയാളെ സ്വയം ശിഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യം ഒന്ന് ജസ്റ്റ് കൽപ്പിച്ചു കൊടുക്ക്. ഈ നൗഷാദൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഈമാൻ വ്യാപിക്കുകയാണ് പഹയൻ കള്ളൻ. ഈ സാധുക്കൾ എന്താണ് മനസ്സിലാക്കി വെക്കണത്? ഇതൊക്കെ നബിതങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ബദരീങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടുണ്ട് എന്നാണ്ട് പറഞ്ഞാണ്ട് ഒച്ചപ്പാടുണ്ടാക്കും ചെയ്യും. എന്നിട്ട് 4 ത്വാഹാ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് റസൂലുള്ളാഹി എന്നൊക്കെ പറഞ്ഞാണ്ട് 4 സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന 4 സ്വലാത്തണ്ട് ചെല്ലിപ്പിച്ചിട്ട് പറയും ഒക്കെ നബിതങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നബിതങ്ങൾക്ക് അല്ലാഹു എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയും. നൗഷാദിനോട് ചോദിക്കുക, ജക്ക പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഒക്കെ നബിതങ്ങളാണ് ചെയ്യുന്നത്, എല്ലാ നബിതങ്ങൾക്കാണ് ഏൽപ്പിച്ചത്, പിന്നെ അള്ളാഹ്ക്കത്ത പണി? അല്ലെങ്കിൽ അതൊന്ന് വിശദീകരിച്ച അള്ളാഹുവിന് പിന്നെ എന്താണ് പണി എന്ന് പറയും. നോക്കൂ നിങ്ങൾ, ഇയാൾ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളാ അത്. ഒക്കെ റസൂലാണെങ്കിൽ അള്ളാഹ്ക്ക് എന്താ പണി? ഈ ചോദ്യം ആരോടാ വരുന്നത്? എടുക്ക കിതാബ്. മഹാനരായ ഇമാം ഇബ്നുൽ ഹൈതമി, മശായിഖിന്റെ മടിത്തട്ടിൽ വളർന്ന അഹ്ലുസുന്നയുടെ രാജകുമാരനായ ഞങ്ങളെ നേതാവ് മഹാനരായ ഇമാം ഇബ്നുൽ ഹൈതമി, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലു സ്വലാത്ത് ത്വാഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് ഹബീബ് റസൂലുള്ളാഹ് ഹുവൽ ഖലീഫത്തുൽ അഅ്ലം. പഠിച്ചോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖലീഫയാണ്. ഫീ ജമീഇ ശുഊനിഹി, അല്ലാഹുവിന്റെ എല്ലാ കാര്യത്തിലും. എന്നിട്ട് പറയാ, കേട്ടോ ബാക്കി, ഫകുല്ലു മാ ലഹറ ഫീ ഹാദൽ ആലം, ഈ ലോകത്ത് പ്രകടമായ മുഴുവനും ഫൈന്നമാ യുഅ്തീഹി, ലോകത്തുള്ള സർവ്വതും ലോകർക്ക് കൊടുക്കുന്നത് മുഹമ്മദുൻ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ബിയദിഹിൽ മഫാതീഹ്. ആ ഹബീബായ തങ്ങളെ കൈകളിലാണ് ചാവികളുള്ളത്. ആരാ ഫലാ യഖ്റുജു മിൻഹാ ഷൈ, ഒരു വസ്തുവും വരൂല ഇല്ലാ അലാ യദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കരങ്ങളിലൂടെയല്ലാതെ. ഇത് പഠിപ്പിച്ച കിതാബാണ് ഇമാം ഇബ്നുൽ ഹൈതമിയുടെ ഗ്രന്ഥം. ഓൻ ചോദിക്കുക, അള്ളാഹ്ക്ക് എന്താ പണിയോ? ഈ ലോകം മുഴുവനും പടക്കുന്നതിന് മുമ്പ് അല്ലല്ലേ? അന്ന് അള്ളാഹ്ക്ക് എന്തെയ്യുന്നു പണി പറയൂ? അന്ന് അള്ളാഹ് ഫ്രീ ആയിട്ട് ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ലോകം പഠിച്ചപ്പോ പിന്നെ എല്ലാ ജോലിയും റസൂൽ ഏറ്റെടുത്തു. ഓൻ ചോദിക്കുക, അള്ളാഹ്ക്ക് എന്താ പണിയെന്ന്? സിറാജുലുദ്ദീൽ വല്ലോണ്ടെങ്കിൽ കൊടുത്തേക്ക്. പണിയില്ലാത്ത കാടാണല്ലോ അള്ളാഹ്ക്ക്. കുല്ല യൗമിൻ ഹുവ ഫീ ഷൈൻ. അള്ളാഹിന്റെ പണി എനക്കറിയില്ല, എനിക്ക് അള്ളാഹിനെ കുറിച്ച് എന്തറിയാ? അള്ളാഹ്ക്ക് എന്നും ഒരേ പണിയാണ്. ആലം ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ ഒരേ പണി അള്ളാഹ്ക്ക്. അള്ളാഹിന്റെ പണി കൂടാൻ പറ്റൂല, കുറയാനും പറ്റൂല. അള്ളാഹിനെ കുറിച്ച് എനിക്ക് എന്തറിയാ? ഗനിയ്യുൻ ആലമീൻ. ഒരു കാര്യം ഓർത്തോ, അള്ളാഹ് ചെയ്യുന്ന എന്തൊക്കെ പണിയുണ്ടോ അത് മുഴുവനും ലോകർക്ക് നൽകുന്ന നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞങ്ങളെ വിശ്വാസമാണല്ലോ. തെളിയിക്കാൻ കിതാബും ഖുർആനും ഹദീസും ഇമാമിങ്ങളെ വാക്കെടുത്ത് ഞങ്ങൾ വരാ. ധൈര്യമുള്ള വല്ല ആൺകുട്ടികളുണ്ടെങ്കിൽ സാവിയത്തു സൂഫിയയുടെ ഈ സംഘത്തിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഞങ്ങളെ നേതാവിന് കഴിവില്ല എന്ന് കിതാബ് വെച്ച് ഒന്ന് തെളിയിക്കാൻ പേരോടക്കമുള്ള മുഴുവൻ നിയൽവാദികളെയും ഈ കൊടുവള്ളിയെ സാക്ഷിയാക്കി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇത് ചില്ലറ വിഷയമല്ല, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെ എത്തി നിങ്ങൾ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്തുള്ളതൊക്കെ നൽകുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്താണ് പണി എന്ന് ചോദിക്കാൻ മാത്രം നിങ്ങൾ പടച്ചുപോയെങ്കിൽ, അതാ ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഈ ആശയം പോയിട്ട് ദുബൈയിലൊന്ന് പറ, മദീനത്തൊന്ന് പറ, മക്കയിലൊന്ന് പറയ്, യമനിലൊന്ന് പറയ്, ഈജിപ്തിലൊന്ന് പറയ്, കർണാടകയിലും ബീഹാറിലും യുപിയിലും ഡൽഹിയിലും അജ്മീറിലും ഒക്കെ ചെന്നിട്ട് ഈ ശിഷ്യന്മാരെ വിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസംഗം ഉറുദുവിലാക്ക്, അറബിയിലാക്ക്, ഹിന്ദി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ഈ നാടുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്ക്.
എല്ലാരും അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് തന്നാൽ ഇങ്ങോട്ട് വാ, ലോകർക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തേക്കാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഇസ്ലാം എന്ന് പോകുന്ന കേസായത് ഞങ്ങൾ പറഞ്ഞതല്ല, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതാ. കേട്ടോ അദ്ദേഹം പറയുന്നത്, വെച്ചോടുക്ക്. ഒഴികെ അവർ തൗബ ചെയ്യണം. തൗബ ചെയ്യാനോ മൊത്തത്തായി പോയാൽ അവർ പെട്ടെന്ന് തൗബ ചെയ്യാൻ കഴിയില്ല. സാധാരണ ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഷഹാദത്ത് കഴിവിലല്ലേ ഇസ്ലാമിലേക്ക് വരാം. ഈ മുർത്തദ് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയിട്ട് അവിടുത്തെ മഹത്വങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് ആരെങ്കിലും മുർത്തദായാൽ അവന് പെട്ടെന്ന് അങ്ങനെ ഷഹാദത്തില്ല പോരാ. അല്ലാത്ത സാധാരണ ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഈ രണ്ട് കലിമത്തിലല്ലേ അത് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമാവും. ഈ മുത്തത് അങ്ങനെ പോരാ. അല്ലാഹു പറയുന്നു ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. തൗബ ചെയ്യുകയും മാത്രം പോരാ, വഅസ്ലഹൂ അവർ ജനങ്ങളെ പശ്ചാത്തലമുണ്ടാക്കി കേടുപറ്റിയതൊക്കെ നന്നാക്കണം. വബയ്യനൂ അവർ തെറ്റായ നിലക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ച് കുഫറും മുർത്തദ്ദും കാഫിറും മുർത്തദ്ദുമായി പോയാൽ ഷഹാദത്ത് മാത്രം പോരാ, പിന്നെന്ത് വേണം? ഷഹാദത്ത് ചൊല്ലി ചെയ്തു പോയ തെറ്റ് പരസ്യമായി ഏറ്റുപറഞ്ഞ് പറയണം, ഞാനതൊക്കെ പിൻവലിച്ച് തൗബ ചെയ്ത് ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലല്ലാതെ അവന്റെ തൗബ സ്വീകരിക്കൂല എന്നാണ്. എവിടെ എത്തിയവർ? കാരണം എന്താ? ഈ കൊടുവള്ളിയിൽ വെച്ച് നമുക്ക് പറയാം, കളിച്ചതാരോടാ? ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ.